ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൗമ്യ സന്തോഷിന്റെ മരണത്തെ ചൊല്ലി കേരളത്തിലുണ്ടായ വിവാദങ്ങളിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് ജയശങ്കർ. ഇസ്രായേൽ ആക്രമണത്തിലാണ് ഒരു മലയാളി കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ സംഭവിക്കുക മറ്റൊന്നായിരിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു. ഇസ്രായേലിൽ കെയർ ടേക്കറായി ജോലി ചെയ്തിരുന്ന ഇടുക്കി സ്വദേശിയായ സൗമ്യ സന്തോഷ് ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവരുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ കേരളത്തിലെ ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കളെയും കാണാൻ കിട്ടാത്തതെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. സൗമ്യയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഫേസ്ബുക്കിൽ നടന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സൗമ്യ മരിച്ചത് ഈ പാലസ്തീൻകാരുടെ ഷെല്ലാക്രമണത്തിൽ അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണത്തിലായിപ്പോയി. ഇത് ഇസ്രായേലുകാരുടെ ആക്രമണത്തിലായിരുന്നെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു കോലാഹലം? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവിടെ എത്ര ആളുകൾ ഇടതുപക്ഷ പുരോഗമന മതേതര ബുദ്ധിജീവികൾ എല്ലാവരും തന്നെ സൗമ്യയുടെ പടം പ്രൊഫൈൽ പിക്ചറാക്കി സൗമ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ AR റഹീമിനെ പോലുള്ള DYFI നേതാക്കൾ, PM മുഹമ്മദ് റിയാസിനെ പോലുള്ള അഖിലേന്ത്യാ ബുദ്ധിജീവികൾ, അതുപോലെ രാമനുണ്ണിയെ പോലെയുള്ള ചിന്തകന്മാർ, ഇവരൊക്കെ KN കുഞ്ഞാമത് അതിനെക്കുറിച്ച് കണ്ടകാവ്യം തന്നെ എഴുതിയത്. പക്ഷേ കഷ്ടകാലത്തിന് സൗമ്യ മരിച്ചത് ഈ പലസ്തീൻകാരുടെ അഥവാ ഹമാസ് പോരാളികളുടെ, തീവ്രവാദി എന്നുള്ള വാക്യം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെയുള്ള ആളുകളെ പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പണ്ട് ഈ തേജസ് പത്രമുള്ള കാലത്ത് അതിൽ കാശ്മീരിലെ ഉഗ്രവാദികൾക്കുണ്ടോ ആ ലഷ്കർ ഇ ത്വയ്ബയെ കുറിച്ച് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിനെയൊക്കെ പോരാളികൾ എന്നാണ് പറയുന്നത്, കാശ്മീർ പോരാളികൾ. അതുകൊണ്ട് ഞാനും അതേ ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. ഈ പോരാളികളുടെ റോക്കറ്റിൽ ഏറ്റാണ് മരണപ്പെട്ടത് എന്നത് അതാണ് ഏറ്റവും വലിയ നിർഭാഗ്യം. സൈബർ ആക്രമണം രൂക്ഷമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, മാണി സി കാപ്പൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പോസ്റ്റുകൾ നീക്കം ചെയ്തിരുന്നു. ഹമാസ് തീവ്രവാദ സംഘടനയല്ലെന്നാണ് ഒരു വിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാദിക്കുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങളടക്കമുള്ള ലോകരാജ്യങ്ങൾ ഹമാസിന്റെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്.